നമസ്കാരം. വി.ഡി. സതീശൻ മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കുകയാണ്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരാണ്. കെ.എം. ഷാജിയും ഇതിൽ ഉൾപ്പെടുന്നു. കെ.എം. ഷാജി മുമ്പ് നടത്തിയ ഒരു പ്രസംഗം, മതമാണ് പ്രശ്നം എന്നുള്ള ഒരു പ്രസംഗം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. മതമാണ് അദ്ദേഹത്തിന് പ്രശ്നമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പോക്ക് അപകടത്തിലേക്കാണോ? ഇതിനെക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട്. ശക്തിധരൻ്റെ ഈ കുറിപ്പ് വളരെ പ്രസക്തമാണ് എന്നു മാത്രമല്ല, ഇതിൻ്റെ ഉള്ളുകള്ളികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം അദ്ദേഹം തുറന്നു കാണിക്കുകയുമാണ്. കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വകുപ്പോ എന്ന തലക്കെട്ടിലായിരുന്നു ജി ശക്തിധരൻ്റെ ഈ കുറിപ്പ്. അതിങ്ങനെയാണ്: മതനിരപേക്ഷത സംരക്ഷിക്കാൻ ശക്തമായ നിലപാട് വേണം എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയെ കേരളം അതീവ ഗൗരവമായി കണക്കിലെടുക്കണം. സന്ദർഭോചിതമായ പ്രസ്താവനയാണിത്. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. ജാതിമത ശക്തികളുടെ പങ്കാളിത്തമില്ലാത്ത ഒരു ഭരണമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് എന്ന അവകാശവാദത്തിൽ ചിലപ്പോൾ ഭിന്നാഭിപ്രായങ്ങളുണ്ടാകാം. കഴിഞ്ഞ 10 വർഷം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടിയതുപോലെ അത്യന്തം ആപത്കരമായ ചില പ്രസ്താവനകളും പ്രതികരണങ്ങളും തലപൊക്കിയിരിക്കുകയാണ്. ഇത് മുളയിലേ നുള്ളണം. മാധ്യമങ്ങൾ നിസ്സംഗ സമീപനം മാറ്റണം. കേരളം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചിട്ടു കാര്യമില്ല. എന്ത് അതിക്രമത്തിനും 10 ആളെ കൂടെ കിട്ടും എന്നു കരുതി കുളം കലക്കരുത്. മതം വളർത്തലാണ് തങ്ങളുടെ മന്ത്രിസഭാ പ്രാതിനിധ്യത്തിന്റെ ലക്ഷ്യമെന്ന യൂട്യൂബ് ചാനലുകളിലൂടെ പ്രസംഗിച്ച് അണികളെ ആവേശം കൊള്ളിക്കുന്നവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്ന സത്യം കാണാതെ പോകരുത്. എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വകുപ്പ് വേണമെന്ന് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് കെ.എം. ഷാജിയുടെ പ്രസ്താവന ഉത്തരം കിട്ടാത്ത സമസ്യയാണ്. ജനപ്രിയ നേതാവാണ് ഷാജി. പക്ഷേ ഇത് എന്ത് കുസ്രാക്കൊള്ളിയാണ് ഷാജി? പേടിയാകുന്നു. CPM നേതാവായ പാലോളി മുഹമ്മദ് കുട്ടി ഇന്നലെ പറയുന്നത് കേട്ടു: ലീഗ് ഇപ്പോഴും ബ്രിട്ടീഷുകാരോട് ചേർന്നു നിന്ന ലീഗ് തന്നെയാണ് എന്ന്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും അദ്ദേഹം പരിതപിക്കുന്നു. അതിലും കടുപ്പമുള്ള പലതും പറഞ്ഞെങ്കിലും ഞാൻ അത് ഉദ്ധരിക്കുന്നില്ല. ലീഗിന് പ്രാതിനിധ്യമുള്ള ഭരണം കേരളത്തിൽ വരുന്നത് 10 വർഷത്തിനു ശേഷമാണ്. അതിന് ലീഗിനെ അഭിനന്ദിക്കണം. ലീഗാണ് അതിനുവേണ്ടി നിസ്തുല പ്രവർത്തനം നടത്തിയത്. ഇന്ത്യൻ ഭരണഘടനയിലുള്ള വകുപ്പല്ലേ അങ്ങേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് തരാൻ പറ്റൂ? അല്ലാതെ ബംഗ്ലാദേശിലെയോ പാകിസ്ഥാനിലെയോ ഭരണഘടന വെച്ച ഇവിടെ സത്യപ്രതിജ്ഞ നടക്കില്ലല്ലോ. മതം വളർത്തുകയാണ് ലീഗിൻ്റെ ലക്ഷ്യമെന്നും ഷാജി പ്രസംഗിച്ചതായി കാണുന്നു. ഷാജി എന്തിനാ പാവം നിർദ്ദിഷ്ട മുഖ്യമന്ത്രിയെ പത്മവ്യൂഹത്തിലാക്കുന്നത്? എല്ലാ കാർഡും ഒന്നിച്ചിറക്കരുത് ഷാജി. ഏകോദര സഹോദരങ്ങളായി നമുക്ക് ജീവിക്കാം. ഇങ്ങനെയാണ് സഖാവ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിനു ശേഷം റോഡിലൂടെ പോകുകയായിരുന്ന BJP പ്രവർത്തകരെ യാതൊരു പ്രകോപനവുമില്ലാതെ തടഞ്ഞു നിർത്തുകയും അവരുടെ കയ്യിലുള്ള BJPയുടെ കൊടി ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. ഷാജിയുടെ ആ ഒരു പ്രസംഗം അത് ഭീതി ഉണർത്തുന്നത് തന്നെയാണ്. പക്ഷേ അതിലൂന്നിയാണ്, അതായത് മതം വളർത്തുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ഷാജിയുടെ പ്രവർത്തനമെങ്കിൽ അത് തീർച്ചയായും അപകടത്തിലേക്കാണ് ആ പോക്ക്. അത്തരത്തിലുള്ള ഈ ഒരു വർഗീയ ശക്തികളെ അകറ്റി നിർത്തുക തന്നെ വേണം. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലായിരുന്നു. അതിന് പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താം. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ഇനി എന്താകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.